ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ +2 ഫിസിക്സ് എക്സാമിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. അല്ലെങ്കിൽ ചില എക്സാം കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട് കുഴപ്പമില്ല എന്ന്. പക്ഷെ ഇതിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, തീരെ സാറ്റിസ്ഫൈഡ് അല്ല. അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തീരെ ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു പേപ്പറായിരുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല എന്നല്ല, എഴുതിയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഉത്തരങ്ങളിൽ ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് അല്ല. മോഡൽ എക്സാമിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പേപ്പർ എനിക്ക് ടഫായിട്ട് തന്നെയാണ് തോന്നിയത്. പക്ഷേ അതിൻ്റെ മെയിൻ റീസൺ എന്താ വെച്ചാൽ ഡെറിവേഷനിൽ കൂടുതലുണ്ട്. അങ്ങനെ എന്തൊക്കെയൊക്കെയോ ആണ്. എനിക്കിത് പേപ്പർ കുഴപ്പമില്ല, പക്ഷെ ഇത് ഈ 2 മണിക്കൂർ കൊണ്ട് എഴുതി തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ചിലപ്പോൾ എനിക്ക് നെഗറ്റീവ് വരും, എക്സാം ഭയങ്കര എളുപ്പമായിരുന്നല്ലോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്കത്ര പോരായിരുന്നു സത്യം പറഞ്ഞാൽ. ഇതിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ തന്നെയായിരുന്നു, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും, അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 2 മാർക്കിൻ്റെ നല്ല സിമ്പിളായിരുന്നു. പക്ഷേ എൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ എൻ്റെ മണ്ടത്തരം കൊണ്ട് എനിക്ക് അവിടെ 1 മാർക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനിൽ 1 മാർക്ക് പോയി, അങ്ങനെ പോയിട്ടുണ്ട്. അതിൽ എനിക്ക് നല്ല റിഗ്രറ്റ് ഉണ്ട്. കാരണം അതൊരു സിമ്പിൾ ക്വസ്റ്റ്യനും ആയിരുന്നു. അത് എൻ്റെ മണ്ടത്തരം കാരണം അങ്ങനെ പോയതുകൊണ്ടൊരു നല്ല വിഷമമുണ്ട്. പിന്നെ 3 മാർക്കിൻ്റെ ഒക്കെ അത്യാവശ്യം സിമ്പിൾ തന്നെയായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ 16ാമത്തെ ക്വസ്റ്റ്യൻ ആ സീരീസും പാരലൽ കപ്പാസിറ്ററിൻ്റെത് വീഡിയോ എന്തോ ഒരു വഴി തെറ്റുമോ എന്ന് ഡൗട്ടുണ്ട്. പക്ഷെ 1.5 മാർക്കല്ലേ ഉള്ളൂ ഒന്നിന്, അപ്പോൾ അത് കുറക്കൂലല്ലോ അല്ലേ? എന്തെങ്കിലും ആവട്ടെ. ഇനി അതേപോലെ തന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഓക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ മണ്ടത്തരം കൊണ്ടായിട്ട് എനിക്ക് അവിടെ തെറ്റിയിട്ടുണ്ട്. പിന്നെ അതും വളരെ വലിയ തെറ്റാണ് എനിക്ക് തെറ്റിയത്. ചെറിയ ചെറിയ മാർക്കിൻ്റെ അങ്ങനെ കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ മാർക്കിൻ്റെ എനിക്ക് തെറ്റിയോണ്ട് സങ്കടമുണ്ട്. 5 മാർക്കിൻ്റെ പിന്നെ എനിക്ക് പറയണ്ട, എനിക്ക് നല്ല ടഫായിരുന്നു. നല്ല ടഫ് വെച്ചാൽ 26ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഡെറിവേഷൻ കിട്ടുന്നില്ല. ഞാൻ ഇതും ചിന്തിച്ചിട്ട് കുറേ സമയം വേസ്റ്റ് ചെയ്തു, ഉള്ള ടൈമും കൂടി കളഞ്ഞു. അങ്ങനെ എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഫിഗറും വരച്ചു, ഫസ്റ്റത്തെ ആ ഒരു ഇക്വേഷൻ എഴുതി, ബാക്കി എനിക്ക് ഓർമ്മയില്ല. സംഭവം വെച്ചാൽ ഇതിനേക്കാൾ ടഫ് ഡെറിവേഷനിൽ ഓർമ്മയുണ്ട്, ഇത് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എങ്ങനെയും ഓർമ്മ കിട്ടുന്നില്ല. അവസാനം എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഓർമ്മ വന്നു, അത് വേറെ കാര്യം. 27ാമത്തെ എ ക്വസ്റ്റ്യൻ കിട്ടി, സി ക്വസ്റ്റ്യനും കിട്ടി, ബി ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കോമഡി എന്താ വെച്ചാൽ ഇതിൻ്റെ ബീൻ്റെ കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ ആൻസർ ഞാൻ എയിൽ എവിടെയോ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയൊക്കെയോ കോളായിരുന്നു. അപ്പം അങ്ങനെ അത് പോയി. പിന്നെ ബാക്കി 2 ഞാൻ പിന്നെ നോക്കുന്നേ ഇല്ല. അതും ഞാൻ ആൻസർ കീ നോക്കിയപ്പോൾ എനിക്ക് തൃപ്തിയായി. അതിലും എന്തൊക്കെയൊക്കെയോ തെറ്റിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പേപ്പറിൽ ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് അല്ല. ആൻസേഴ്സ് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഞാൻ എഴുതിയത് എന്താണെന്നോ ഒന്നും ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്. എന്നാലും ഒരു ഇതില്ല. അത് എസ്പെഷ്യലി ഇപ്പം എനിക്ക് ഡൗട്ട് എന്താ വെച്ചാൽ യൂണിറ്റ് എഴുതിയിട്ടുണ്ടോ എന്നാണ്. എനിക്ക് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്ത് യൂണിറ്റ് എഴുതിനോ ഹേർട്സ് എഴുതിനോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെ ഇപ്പം എനിക്ക് ചുമ്മാ ടെൻഷൻ അടിക്കുകയാണ്. റീസൺ വരെ എനിക്കറിയില്ല. കാരണം ഈ പേപ്പർ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമായി, ഒരുപാട് പഠിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്, നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു കണ്ടപ്പോൾ. പക്ഷെ എഴുതി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ടൈം ഇങ്ങനെ സ്പീഡിൽ പോണത് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരുപാട് ടൈം പോയി. എനിക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ 15 മിനിറ്റ് കൊണ്ട് ഞാൻ എഴുതിയത്. എന്നിട്ടും തെറ്റി. അതും ഒരു ക്വസ്റ്റ്യനൊക്കെ ഒരുപാട് ടൈം എടുത്തോണ്ട് തന്നെ ബാക്കി 2 ക്വസ്റ്റ്യനൊക്കെ എന്തൊക്കെയൊക്കെയോ കാട്ടിയൊക്കെ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇതിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷെ ഇത് ചിന്തിച്ചിരിക്കാനും കഴിയില്ലല്ലോ, അടുത്ത എക്സാം ഇല്ലേ. ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും എഴുതാൻ പോകുന്നില്ല. ഇതിൽ കിട്ടുന്ന മാർക്ക് എനിക്ക് മതി, ഞാനത് ഇമ്പ്രൂവ് ചെയ്യാനൊന്നും പോകുന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, +1 ഫിസിക്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഫുൾ മാർക്കൊന്നും ഇല്ലെങ്കിലും ഞാൻ ആ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷേ ഈ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ തീരെ സാറ്റിസ്ഫൈഡ് അല്ല. ഈ പേപ്പറിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. എനിക്കെന്തോ ഒരു ഇതില്ല, ഇത്ര ദിവസം പഠിച്ചതിൻ്റെ ആ ഒരു റിസൾട്ട് എനിക്കിതിൽ കിട്ടിയിട്ടില്ല. എന്തായാലും റിസൾട്ടിൻ്റെ പകുതി പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് എന്തോ ഒരു റിഗ്രറ്റ് ഇല്ല, ഒരു വിഷമം പോലെ ഉണ്ട് സത്യം പറഞ്ഞാൽ. സോ ഇതാണ് എൻ്റെ റിവ്യൂ. ഞാനിതിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല. ഇനി നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റിൽ പറയുക. ചിലവർ ഇത് നല്ല സിമ്പിളാന്നൊക്കെ പറയുന്നുണ്ടാവും, അവരുടെ ഒപ്പീനിയൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത്. എനിക്കിത്
ക്വസ്റ്റ്യൻസ് ടഫ് എന്നല്ല, ടൈം മാനേജ്മെൻറ്റ് എനിക്ക് ഭയങ്കര ഒരു ഇഷ്യൂ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ പാനിക്കായി ഞാൻ അറിയുന്നത് വരെ തെറ്റിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വിഷമമുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്ന എക്സാം എന്നുള്ളത് കമൻറ്റിൽ പറയാം. എൻ്റെ റിവ്യൂ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ.